ചെങ്കടലിൻ്റെ തീരത്തുള്ള യാംബു എന്ന പട്ടണത്തിൽ ഇത് പൂക്കാലമാണ്. 4 വർഷത്തിന് ശേഷമാണ് ഇവിടെ വീണ്ടും വസന്തമെത്തുന്നത്. അതിൻ്റെ കാഴ്ചകളും കഥയുമാണ് യാംബുവിൽ നിന്നും നിയാസ് യൂസുഫ് പറയുന്നത്. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പൂവിട്ടിരിക്കുകയാണ് ചെങ്കടൽ തീരത്തെ യാംബു. രണ്ട് തവണ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കയറിയ പൂമേട് കൂടിയാണ് സൗദിയിലെ യാംബു. 3 ആഗോള നേട്ടങ്ങളാണ് ഈ വർഷത്തെ യാംബുവിലെ പുഷ്പമേളയെ വ്യത്യസ്തമാക്കുന്നത്. അവയിലൊന്ന് പൂക്കൾ കൊണ്ട് എഴുതിയ സൽമാൻ എന്ന വലിയ വാക്കാണ് സൗദി ഭരണാധികാരിയുടെ പേരിനെ സൂചിപ്പിക്കുന്നത്. 19,474 ചുവന്ന റോസാപ്പൂക്കളാണ് ഈ വലിയ വാക്ക് രൂപീകരിക്കാൻ ഉപയോഗിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ പൂക്കൊട്ട എന്ന നേട്ടവും ഈ വർഷത്തെ യാംബു പുഷ്പമേളക്ക് ലഭിച്ചു. യാംബുവിലെ മലയാളികൾ വളരെ സന്തോഷത്തിലുള്ള ഒരു നിമിഷത്തിൽ കിടക്കുകയാണ്. സൗദി അറേബ്യയിൽ കഴിഞ്ഞ 14 കൊല്ലമായി എല്ലാ വർഷവും ഫ്ലവർ ഷോ ഉണ്ടാവാറുണ്ട്. സൗദി അറേബ്യയിലെ മുഴുവൻ മലയാളികളും ആകാംക്ഷയോടുകൂടി കാത്തുനിന്ന ഫ്ലവർ ഷോ ഈ വർഷം യാംബുവിൽ കോവിഡ് കാലത്ത് പലതും നിർത്തിപ്പോയപ്പോൾ ആ കോവിഡിന് ശേഷം യാംബുവിൽ വീണ്ടും ഫ്ലവർ ഷോ വന്ന സന്തോഷത്തിലാണ് സൗദി അറേബ്യയിലെ മലയാളികൾ. ലോകത്തിലെ ഏറ്റവും വലിയ തിളങ്ങുന്ന പൂന്തോട്ടവും മേളയിലെ പ്രത്യേകതയാണ്. ഇവിടെ യാംബുവിലെ ഫ്ലവർ ഷോ ഉണ്ടെന്ന് ഒരു 4 വർഷം മുന്നെയാണ് ലാസ്റ്റ് നടന്നതെന്ന് അറിഞ്ഞ്, അതിനുശേഷം ഇപ്പോഴാണ് ഇത് നടത്തപ്പെടുന്നതെന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് ഞങ്ങൾ ദമാമിൽ നിന്ന് വന്നതാണ്. നേട്ടങ്ങളുടെ കൂട്ടത്തിൽ മൂന്നാമത്തേത് റീസൈക്ലിംഗ് വസ്തുക്കളാൽ നിർമ്മിച്ച ഏറ്റവും വലിയ ബഹിരാകാശ റോക്കറ്റാണ്. യാംബു റോയൽ കമ്മീഷന്റെ മേൽനോട്ടത്തിൽ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് പുഷ്പമേളയുടെ സംഘാടനം. ഞങ്ങൾ കൊറോണയ്ക്ക് മുമ്പ് തുടർച്ചയായിട്ട് എല്ലാ വർഷവും വരലുണ്ട്. 2007 മുതൽ റാബക്കിലുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് ഇപ്പോൾ ഒരു നഷ്ടമായിരുന്നു, ഈ കൊറോണ കാര്യത്തിൽ നിർത്തി വെച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും തുടങ്ങിയതിൽ സന്തോഷമുണ്ട്. എല്ലാവരും നല്ല ഉഷാറായിക്കണം. എല്ലാവർക്കും വന്ന് എല്ലാവരും വരിക, നല്ല എൻജോയ് ചെയ്യാം. എന്നെ കാണാനും വരാനും ഇവിടെ ഒരുപാട് മലയാളീസായിട്ടും സൗദികളായിട്ടും വിദേശികളായിട്ടും ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് പോകുന്നുണ്ട്, കാണുന്നുണ്ട്. ഫുള്ള് എൻജോയ്മെൻറ്റാണ്. ഞങ്ങൾ റാബിക്കെന്ന് വരുന്നത്, ഇന്ന് വന്നത് 2 ട്രിപ്പ് ബസ്സാണ് വന്നതും ഇതായതൊക്കെ. എല്ലാം കൊണ്ട് എൻജോയ്മെൻറ്റ് ഞങ്ങൾ. മദീന ഗവർണറാണ് മേള ഉദ്ഘാടനം ചെയ്തത്. ഫെബ്രുവരി 15 ആരംഭിച്ച മേള കാണാൻ ഇതിനകം ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. ഞങ്ങൾ ഈ ഫയർ ഫെസ്റ്റിവലിന് ആദ്യമായിട്ട് വരുന്നത്. ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. വളരെ മനോഹരമായിട്ടിരിക്കുന്നു. ഞങ്ങളുടെ നല്ലൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണിത്. ഞങ്ങൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ ഈ ഫ്ലവർ ഫെസ്റ്റിവൽ ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയിരുന്നു. ഈ കോവിഡിന് ശേഷം ഇപ്പോൾ ഇത് ആദ്യമായിട്ടുണ്ട്. 4 വർഷത്തെ മിസ്സിംഗ് ആണ് ഞങ്ങൾക്കിത്. അതിന് ശേഷം ഞങ്ങൾ ശരിക്കും ഇത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇത് വലിയൊരു ആഘോഷം പോലെയാണ് ഞങ്ങൾക്ക്. ഈ വരുന്ന 1 മാസ കാലയളവിൽ ഇതിവിടെ ഉണ്ടാവും. വളരെ മനോഹരമായിട്ടുണ്ട്. ഏതായാലും എല്ലാം സൗദിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസം പ്രവാസികളും വിവിധ കൂട്ടായ്മകളും പ്രത്യേക വാഹനങ്ങളിൽ മേള സന്ദർശിക്കാൻ എത്തിയിരുന്നു. കുലൈസിൽ നിന്ന് വരികയാണ്. ഏകദേശം ഒരു 70-75 ആളുണ്ട്. ഒരു ബസ് 2 കാറ് ഇങ്ങനെയൊക്കെ ആയിട്ട് വരികയാണ്. 4 വർഷം മുന്നേ ഞങ്ങൾ വന്നിരുന്നു, ഇവിടെ സന്ദർശിച്ച് പോയതാണ്. കൊറോണയ്ക്ക് ശേഷം ഇപ്പോൾ 4 വർഷത്തിൻ്റെ ശേഷം വീണ്ടും വരികയാണ്. വളരെ ഉഷാർ പരിപാടിയാണ്. നല്ല എല്ലായിടത്തും നല്ല മനോഹരമായ ഒരു സായാഹ്നം ഇവിടെ ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. ഞങ്ങൾ ജിദ്ദയിൽ നിന്നും തിരുവിതാംകൂറിൻ്റെ സംഘടനയിൽ നിന്നും കൊണ്ടുപോയി വന്നിരിക്കുന്നതാണ്. 40 പേരുണ്ട്. ഇൻഷാല്ലാ ഞങ്ങളുടെ എല്ലാവരുടെയും കറക്കം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകാൻ പോകണം. എല്ലാ വർഷവും നമ്മൾ ഇതേപോലെ വരുന്നതാണ്. എല്ലാ വർഷത്തേക്കായും അല്ലേ കൂടുതലാണ്.
യാൻബുവിലെ ഈ ഫ്ലവർ ഫെസ്റ്റിവൽ മാർച്ച് 9 വരെ തുടരും. 11.5 റിയാലാണ് പ്രവേശന ടിക്കറ്റ് ചാർജ്. 24 ദിവസവും നീണ്ടു നിൽക്കുന്ന മേളയുടെ എല്ലാ ദിവസങ്ങളിലും സന്ദർശനം നടത്താൻ ഒറ്റത്തവണയെടുക്കുന്ന ഈ പ്രവേശന പാസ് മതി. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ്. yanbuflowerfestival.com.sa എന്ന വെബ്സൈറ്റിലൂടെയാണ് ടിക്കറ്റുകൾ സ്വന്തമാക്കാനാവുക. വാരാന്ത്യങ്ങളിൽ ഫെസ്റ്റിവലിനൊപ്പം വിവിധ പരിപാടികളും ഉണ്ടാകും. സൗദി സ്ഥാപക ദിനത്തിലും പ്രത്യേകം പരിപാടികൾ അരങ്ങേറും.